എല്ലാവർക്കും നമസ്കാരം. സുരേഷ് പുളിക്കലാണ്. ഇന്ന് ഉച്ചയോടുകൂടി, അതായത് 22-ാം തീയതി ഉച്ചയോടുകൂടി കാരപ്പറ്റ, കണ്ണമ്പ്ര, പുതുക്കോട് മേഖലകളിൽ വീശിയടിച്ച ചുഴലിക്കാറ്റിൽ വ്യാപകമായ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എടുത്തു പറയത്തക്ക നഷ്ടങ്ങൾ രേഖപ്പെടുത്തപ്പെടുന്നതേ ഉള്ളൂ. ഈ പ്രദേശത്തുള്ള മുഴുവൻ കറണ്ട് കണക്ഷനും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. നിരവധി സ്ഥലങ്ങളിൽ മരം വീണ് ഇലക്ട്രിക് പോസ്റ്റുകൾ ഒടിഞ്ഞതായിട്ട് റിപ്പോർട്ടുണ്ട്. അങ്ങനെ ഇന്ന് പുതുക്കോട് സർവനായ സ്കൂളിന്റെ ഓഫീസിന് മുകളിലേക്ക് മരം വീണതായി റിപ്പോർട്ടുണ്ട്. സ്കൂളിന്റെ ഫ്രണ്ടിലുള്ള ഓഫീസിന് മുകളിലേക്കാണ് തൊട്ടു മുമ്പുണ്ടായിരുന്ന അശോകം മരം കടപുഴങ്ങി വീണിട്ടുള്ളത്. അതുപോലെ തന്നെ സ്കൂളിനോട് ചേർന്നുള്ള ലാബിനോട് ചേർന്നുള്ള കെട്ടിടത്തിന്റെ മുകളിലെ ഓടുകൾ പറന്നുപോയി തൊട്ടടുത്ത കെട്ടിടത്തിന്റെ മുകളിലും വീണ് ഓടുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ പുതുക്കോട് സർവനായ സ്കൂളിന്റെ മുൻവശത്ത് ട്രാൻസ്ഫോമറോട് ചേർന്നുള്ള അപ്പുമാഷിന്റെ വീട്ടിന്റെ ചേർന്നുള്ള മാവ് മരം കനാലിലേക്ക് വീണ് ആ ലൈനും ഇലക്ട്രിക് ലൈനും പൊട്ടി വീണിട്ടുണ്ട്. അതുപോലെ തന്നെ പുതുക്കോട് തേവാരക്കടവിലേക്ക് പോകുന്ന വഴിയിൽ മുക്കുത്തിരിവിലുള്ള ഇലക്ട്രിക് പോസ്റ്റ് അതിന് മുകളിലേക്ക് മരമണയിലടിച്ചത് ആ ഇലക്ട്രിക് പോസ്റ്റ് മുറിഞ്ഞിട്ടുണ്ട്. അവിടെയും ഇലക്ട്രിസിറ്റി നിലവിൽ ഇപ്പോൾ പ്രവർത്തനരഹിതമാണ്. പ്രദേശത്ത് എവിടെയും തന്നെ കറണ്ടില്ല എന്നതാണ് സത്യാവസ്ഥ. ഇത് കൂടാതെ നമ്മുടെ പുതുക്കോട് നവരാത്രിക്ക് ദേവിയെ കുളിപ്പിക്കാൻ വരുന്ന തേവാരക്കടവിലെ മുത്തശ്ശിയാലുകളിൽ ഒന്ന്, ഏറ്റവും അവസാനമായി നിന്ന മുത്തശ്ശിയാലുകളിൽ ഒന്ന്, അതും ഇന്ന് ഈ കാറ്റിൽ കടപുഴങ്ങിയിട്ടുണ്ട്. ആളപായങ്ങളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. വലിയ മരവും വേപ്പും ചേർന്ന ആ ഒരു മരത്തിന്റെ കൂട്ട് മൊത്തമായി കടപുഴങ്ങി തേവാരക്കടവിന്റെ മതിലിലേക്ക് വീണിരിക്കുകയാണ്. ഇത് ഈ ഒരു പ്രദേശത്ത് ഇപ്പോൾ രേഖപ്പെടുത്തപ്പെട്ട അറിയപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ്. നിരവധിയായ വീടുകളുടെ മുകളിലും അതുപോലെ തന്നെ മറ്റു പല സ്ഥാപനങ്ങളുടെ മുകളിലും ഇലക്ട്രിക് ലൈനിലൊക്കെ മരം വീണതായി പല സ്ഥലങ്ങളിലും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. കണ്ണമ്പ്ര വാർത്തകളുടെ കാഴ്ചകളിൽ ഇത്തരം വാർത്തകൾ ഇനിയും തുടരും. കണ്ണമ്പ്ര വാർത്തകൾ സബ്സ്ക്രൈബ് ചെയ്ത ചാനൽ നമുക്കൊന്ന് ഷെയർ ചെയ്യാനുള്ള സുഹൃത്തുക്കൾക്കൊക്കെ വേണ്ടി. കണ്ണമ്പ്ര വാർത്തകൾ കൊണ്ട് സുരേഷ് പുളിക്കലാണ്. ഇനിയും ഒരു മിനിറ്റോളം കഴിഞ്ഞപ്പോഴാണ് ഒന്നിച്ചിട്ടുള്ള ഒരു കാറ്റ്, മൊത്തം ചപ്പു ചവറെല്ലാം പറത്തിക്കൊണ്ടുള്ള കാറ്റ്, ചുഴലിക്കാറ്റ് പോലെ തന്നെ ചുഴലിക്കാറ്റ് മാതിരി തന്നെയായിരുന്നു. അപ്പൊ പറയുന്നത് കേൾക്കുന്ന എവിടെയും മരത്തിന്റെ കൊമ്പുകളൊന്നും വിട്ടിട്ടില്ല, പക്ഷെ എല്ലാം കടപുഴകി വീണിരിക്കുന്നു. സകല മരങ്ങൾ കടപുഴകി. ഇവിടെ അങ്ങനെ ഈ തോട്ടുമ്പളയുള്ള ആകെയുള്ള ഒരു മുത്തശ്ശിയാലായിരുന്നു, അതും പോയി. അവസാനത്തെ ആല്, അതല്ലേ 4 ആലുണ്ടായിരുന്നു അതേമാതിരി. അവസാനത്തെ വീണു അല്ലേ, കഷ്ടായി പോയി. ഇതുപോലെ എന്താ പറയുക, കുറെ സ്ഥലങ്ങളിൽ ഇതുപോലെ വീടുണ്ടെന്നാണ് മനസ്സിലാവുന്നത്. ഈ ഭാഗത്തേക്ക് അത്ര നാശനഷ്ടമില്ല, പക്ഷെ നമ്മുടെ സ്കൂളിന്റെ ആ ഭാഗത്ത്, അതെ, അവിടെ സ്കൂളിന്റെ അവിടെ